ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു ഫാമിലി ട്രിപ്പിന് പോവാണ്. ഒരു വൺ ഡേ ട്രിപ്പ്. ഇതേ അത്യാവശ്യം എല്ലാവരും ഉണ്ട്. ഇറങ്ങാൻ പോകണേ ഉള്ളൂ. അതിൻ്റെ ഒരു ബഹളം അവിടെ കാണുന്നുണ്ട്. നമ്മളെന്ന് എങ്ങോട്ടാ പോണത്? സാമ്പ്രാണിക്കുടി. എവിടെ പോണ പറ? അവനറിയാം. സാമ്പ്രാണിക്കൊടി കൊല്ലത്തുള്ളൊരു സ്ഥലമാണ് ഗൈസ്. നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു കായലിൻ്റെ നടുക്ക് നമുക്ക് ബോട്ടിലൊക്കെ പോയി ഇറങ്ങി നിൽക്കാൻ പറ്റിയ. അപ്പം എന്തായാലും ഇറങ്ങാൻ പോകണം. നിങ്ങൾ പോയിട്ട് വരാം. മഴ പൊടിയുന്നുണ്ട്. എന്താവോ വെള്ളത്തിൽ ഇറങ്ങാൻ. ഗൈസ്, ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 4-5 വണ്ടിയുണ്ട്. അയ്യമ്മി നോക്കൂല. ഹായ് നച്ചു. How are you? I am fine. ഗൈസ്, നമ്മൾ സാമ്പ്രാണിക്കൊടി എത്തി. ഇതേ ബോട്ടിലോട്ട് കയറാൻ പോവാണ്. ഈ കാറിനടുത്ത് കുറെ കൊച്ചു കടകളൊക്കെ ഉണ്ടായി. ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടി ബോട്ടിന് വെയിറ്റ് ചെയ്യാണ്. റെഡിയായിട്ടിരിക്കുകയാണ്. ഒരു 2 വണ്ടിക്കുള്ള ഒരു 10 പേര് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഇപ്പം 6 കാറ് നിറച്ച ആളുണ്ടായിരുന്നേ. മേലെടുക്കുമെന്ന് അറിഞ്ഞോണ്ടാ. നമ്മുടെ കുടുംബത്തിൽ പിന്നെ എവിടെ പോയാലും അവിടെ അലമ്പും ബഹളമാണ്. ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി. പക്ഷെ പല ബോട്ടിലാണ് കയറി. ഗൈസ്, വെള്ളത്തിൽ കയറിയ ഒരു മോൻ കരയുന്നുണ്ട്. അവന് വെള്ളം ഭയങ്കര പേടിയാണ്. ഷാർക്ക് വരും എന്ന് പറഞ്ഞാണ് അവൻ കരയണത്. ഗൈസ്, ഇവിടെ വെള്ളത്തിൻ്റെ നടുക്ക് കുറച്ച് കുഞ്ഞു ചെറിയ ഷോപ്പുകളല്ലേ. ഞങ്ങളതെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ പോയി. ജീൻസും ടോപ്പ് ഇട്ട് വന്ന ഞാനാണ്. ഇവിടെ വന്നിട്ട് വെള്ളം കാരണം അതേ ഒരു ഫ്രോക്കൊക്കെ എടുത്തിട്ട്. ഗൈസ്, നമ്മളിപ്പോ സാമ്പ്രാണിക്കൊടിയുടെ മെയിൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആഴമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിള്ളേർക്ക് വരെ ഇറങ്ങി സുഖമായിട്ട് നിൽക്കാം. നല്ല തണുത്ത വെള്ളം. ഇത് ഫുള്ള് മാംഗ്രോവ് ആണ്, കണ്ടൽക്കാടാണ്. അപ്പം ഇതിനുള്ളിലൊക്കെ കയറാൻ നമുക്ക് ഈ കൊച്ചു വള്ളത്തിലൊക്കെ കയറിയിട്ട് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫർ. ഇവിടെ ഭയങ്കര അലമ്പാണ്, ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ എവിടെ കൂടിയാലും അവിടെ ബഹളമാണ്. ഞങ്ങളവിടെ നിന്ന് ക്യാപ്പൊക്കെ മേടിച്ച് വെയിലുള്ളതായിരിക്കും. ഹലോ. അപ്പം ഇതുപോലത്തെ 2 വള്ളത്തിൽ കയറിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പോയത്. നല്ല മാങ്ങയും പൈനാപ്പിളൊക്കെ കിട്ടി. എനിക്കെന്തോ ചെറിയ പേര്. വെള്ളത്തിന് ആഴമൊന്നുമില്ല. ലൈഫ് ജാക്കറ്റ് കൊരവള കയറിയിരിക്കുക. അപ്പോൾ ഈ വള്ളത്തിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ വെയിലും മഴയും ഒന്നുമില്ലായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈനാപ്പിൾ തന്നെയാണ്. ഹായ് ബ്രോ, വേർ ആർ യു ഗോയിങ്? നമ്മുടെ ബാക്കി ടീംസ് എല്ലാം വേറെ ബോട്ടിലായിരുന്നേ. ഇവരേതാ ഉള്ളിലോട്ടൊക്കെ കൊണ്ടുപോവുകയാണ്. കൊണ്ട് കളയുമെന്തോ. മഴയടിക്കും ഓഞ്ചിരിപ്പിൽ
കപ്പ, കല്ലുമ്മക്കായ, ഉള്ളി ചമ്മന്തിയൊക്കെയാണ് ഇന്നതാണ്ട് ഇവിടെ എല്ലാവരും അടികൂടി കഴിക്കുകയാണ്. ആ പിള്ളേരെല്ലാം ഇവിടെ നീന്തി കളിയാണ് ഗൈസ്. ഇവിടെ ആഴം കുറവാണ്, അതുകൊണ്ട് വെള്ളം പേടി എന്ന് പറഞ്ഞ് നേരത്തെ കരഞ്ഞ ചെക്കനാണ് ഇപ്പൊ അത് നീന്തി കളിയുന്നത്. ഗൈസ് എല്ലാരും കൂടെ ഈ കട മുഴുവൻ വാങ്ങിച്ച്. ഗൈസ് ഈ ഉപ്പും മുളകും ഇട്ട പച്ചമാങ്ങ അരിഞ്ഞിട്ട് ആ ഒരു കുടമൊരു സോഡയൊക്കെ ഒഴിച്ച് അടിപൊളിയായിരുന്നു. ഗൈസ് ഈ കടക്കാർക്ക് നല്ല കച്ചവടം ഉണ്ട്. അവർ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തത് കൊടമോര്, പച്ചമാങ്ങ ഉപ്പിലിട്ടതൊക്കെ അരിഞ്ഞിട്ട കൊടമോര്. അല്ല പിന്നെ അതിൽ നമുക്ക് അഭിമാനിക്കാം. മാമി കൊടമോര് എങ്ങനെയുണ്ട്? മാത്രമേ ഉള്ളൂ. 10 ടൈപ്പ് ഗോലി ഉണ്ടായിരുന്നു. അതിൽ 8 നമ്മൾ തന്നെ തീർക്കണം. തീർത്തിട്ടുണ്ട്. ബാലൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സാധനം കാണിച്ചു തരാം. ഓക്കെ, ബാക്കിയുള്ളത് ഇത്രയും സാധനങ്ങൾ, ഇത്രയും കുപ്പിയിലുള്ള ഗോലി സോഡ നമ്മൾ തന്നെയാണ് കുടിച്ചത്. ബാക്കി 1 2 മാത്രമേ ബാക്കിയുള്ളൂ. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് നിഷ. ഇവിടെ വരുന്നവരെല്ലാം ഈ നിഷ ചേച്ചിയുടെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങേണ്ടതാണ്. ഗൈസ് ജെല്ലി ഫിഷ് ഉണ്ട്. ജെല്ലി ഫിഷിൽ ആരും തട്ടാൻ പാടില്ലെന്നാണ് പറയണത്. ഫിഷിനെ കിട്ടിയിട്ടുണ്ട് കയ്യിലെടുത്ത് വെച്ചേക്കാണ് ആ ചേട്ടൻ. ഗൈസ് അപ്പൊ നമ്മുടെ ഇവിടത്തെ ഇത് കഴിയാൻ ഞങ്ങൾ തിരിച്ചു പോകണം. ഇനി ഫുഡ് കഴിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് 2-3 പേർക്ക് ജെല്ലി ഫിഷിൻ്റെ കടി കിട്ടിയായിരുന്നു ഗൈസ്. നല്ല കടന്തൽ കുത്തിയ പോലത്തെ സുഖമായിരുന്നു. ജെല്ലി ഫിഷ് കുത്തി ഗൈസ്. ജെല്ലി ഫിഷ് കുത്തിയ ഒന്നും കാണത്തൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു സമ്മ എക്സ്പീരിയൻസ് പറയൂ. എനിക്ക് നേരത്തെ കടന്തൽ കുത്തിയിട്ടുള്ളതുകൊണ്ട് അതേപോലെ തന്നെ. പക്ഷെ ആമിന കുഞ്ഞ കുറച്ചധികം പണി കിട്ടി. കടന്തൽ കുത്തിയിട്ടില്ല. ജെല്ലി ഫിഷ് കുത്തിയ ആള് കൈ കാണിച്ചോട്. ഇവിടെ ഇപ്പൊ കാണാൻ പറ്റത്തില്ല, പക്ഷെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തൊരു കട തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത്. നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നേ ഗൈസ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു ലോങ് ടേബിൾ. നമ്മളെല്ലാവരും ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ. ഫുഡ് വന്നോണ്ട് ആരും മിണ്ടുന്നില്ല. എന്തൊക്കെയാണ് സ്പെഷ്യൽ പറഞ്ഞു കൊടുക്കുന്നത്? മീൻകറിയുണ്ട്, ചൂരയാന്ന് തോന്നുന്നു കേട്ടോ. ചൂരയാണ്. ചൂരയുണ്ട്, കരിമീൻ ഇലയിൽ പൊതിഞ്ഞതുണ്ട്, ഇലയിൽ പൊതിഞ്ഞല്ല പൊള്ളിച്ചത്, കറി പാത്രത്തിൽ വെച്ചതുണ്ട്. അതല്ലേ ഇത് എടുത്തെടുത്തോ. നല്ല ചൂടാണതാണ്. കല്ലുമ്മക്കായ് ഗൈസ്. ആദ്യമേ ഇരുന്ന ചേച്ചി അനിയത്തിയാണ്. ഇതുവരെ ഇവർ എഴുന്നേറ്റിട്ടില്ല. ബാക്കി എല്ലാവരും പോയി. മീനിന്റെ മുള്ളു പോലും വെറുതെ അതെ ഞാൻ പറഞ്ഞു. അപ്പം നല്ല എരിവുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഓരോ ഐസ്ക്രീമും കൂടെ കഴിച്ചപ്പോഴേക്കും ഞങ്ങളുടെ ലഞ്ച് കുശാലായി. അപ്പോൾ ഇന്നത്തെ നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അതെ, ഒരു ഐസ്ക്രീം കൂടെ ഉണ്ട്. എൻ്റെ ഇതൊക്കെയാണ്. ഇതൊരു പുതിയ ഫ്രണ്ടാട്ടാ. ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും ബൈ പറയ്. ബൈ ബൈ. ആയില്ലേ? ഇവിടെ തൊട്ടടുത്തുള്ള കാലിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നു. സ്ലൈഡിന് ഭയങ്കര ഗ്രിപ്പ്, ഇറങ്ങി വരുന്നില്ല. അപ്പോൾ പിള്ളേരൊക്കെ പാർക്കിൽ കിടന്ന് എൻജോയ് ചെയ്തു. പാർക്ക് കണ്ടാൽ പിന്നെ എല്ലാത്തിലും ഒന്നും കയറാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ?
ഞാൻ വളർന്നെങ്കിലും ഇപ്പോഴും എനിക്ക് പിള്ള മനസ്സാണ്. ഞാൻ എല്ലാത്തിലും വലിഞ്ഞു കയറും, എന്നെ അവർ പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ കുറേ നേരം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി നല്ല കാറ്റ് മുതലുണ്ട്. കാറ്റടിക്കുന്നതനുസരിച്ച് നല്ല പേര അടിച്ച് സ്റ്റെപ്പിലോട്ട് കയറുന്നു. ബൈ 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 ചിന്ന ബൈ. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാണേ. നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ ഇടയ്ക്ക് എല്ലാവരോടും ഒത്തുകൂടും. ഞങ്ങൾക്ക് പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി ആവുമേ. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വയ്ക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഒരു സൺഡേ അടിപൊളിയാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ.